തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു റോട്ടിൽ തർക്കം. വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഇരുവരും മ്യൂസിയം പോലീസിൽ പരാതി നൽകി. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത് മാധവ് സുരേഷ് ആണോ? എന്താണ് ഇന്നലെ അവിടെ നടന്നത്? അമൃത, നമ്മളും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്തിനാണ് ആ നട റോഡിൽ തർക്കിച്ചിട്ട് എന്നുള്ളതാണ്. മറ്റൊരു വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുന്നു, അതിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ചാടി മാധവ് സുരേഷ് അടിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഇന്നലെ രാത്രി ഏതാണ്ട് 11:45 12 മണിക്കും ഇടയിൽ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയും ഓടിച്ച വാഹനം, രണ്ടുപേരും രണ്ട് വാഹനങ്ങളായിട്ട് പോവുകയാണ്. ഈ വാഹനം ഓടിച്ച വാഹനം ഒന്ന് ഓവർടേക്ക് ചെയ്തതും അതുപോലെ സൈഡ് നിർത്തി പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കമുണ്ടാവുകയായിരുന്നു. അപ്പോൾ മാധവ് സുരേഷ് അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയുടെ വാഹനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാധവ് സുരേഷിന്റെ വാഹനം നിർത്തുകയും അവിടെ നിന്ന് തിരികെ ഇറങ്ങി വന്നുകൊണ്ട് അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയുടെ വാഹനത്തിൽ ചാടി അടിക്കുകയും പിന്നീട് അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ചില വഴിയാത്രക്കാരിൽ ചില ആളുകളാണ് ഈ വീഡിയോ ദൃശ്യമൊക്കെ പകർത്തിയത്. ഇതിന് പിന്നാലെ ഇരുവരും DV വിനോദ് കൃഷ്ണയും അതുപോലെ തന്നെ മാധവ് സുരേഷും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നു. വാക്കുതർക്കമുണ്ടായതിന് പിന്നാലെ ഇരുവരും മ്യൂസിയം പോലീസിൽ പരാതി നൽകുന്നു. ഈ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയപ്പോൾ അകാരണമായിട്ടാണ് ഈ പറയുന്ന മാധവ് സുരേഷ് തന്റെ വാഹനത്തിൽ വന്ന് അടിച്ചതെന്നും തന്നോട് തർക്കിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധവ് സുരേഷ് മദ്യപിച്ചിരുന്നു എന്നുള്ള ആരോപണം കൂടി വിനോദ് കൃഷ്ണ പോലീസിൽ പരാതിയായിട്ട് പറഞ്ഞിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ബ്രെത്ത് അനലൈസർ കൊണ്ട് മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തി. ഈ പരിശോധനയിൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസിനും ബോധ്യപ്പെട്ടു, അതുപോലെ തന്നെ DV വിനോദ് കൃഷ്ണയ്ക്കും ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കും മറ്റ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചുകൊണ്ട് കേസെടുക്കാതെ രാത്രി തന്നെ ഇരുവരെയും വിട്ടയക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ ചെറിയ തരത്തിലുള്ള ഒരു ചെറിയ സംഘർഷവും വാക്കുതർക്കവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം DV വിനോദ് കൃഷ്ണയുടെ വാഹനത്തിന് മുമ്പിൽ കൊണ്ട് മാധവ് സുരേഷ് വണ്ടി നിർത്തുന്നു. അവിടുന്ന് ഒരു സിനിമാ സ്റ്റൈലിലേക്ക് ഇറങ്ങി അങ്ങ് വന്ന് DV സുരേഷിന്റെ വിനോദ് കൃഷ്ണയുടെ കാറിലേക്ക് ചാടി അടിക്കുന്നു. പിന്നാലെ ഇറങ്ങി വരുന്നപ്പോൾ ഇതൊന്നും വിനോദ് കൃഷ്ണയ്ക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് ഇത് സിനിമാ നടനാണ് എന്നും സുരേഷ് ഗോപിയുടെ മകനാണെന്നും ഒക്കെ മനസ്സിലാകുന്നത്. എന്തായാലും ഇരുവർക്കും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോലീസ് ഈ കേസ് അവസാനിപ്പിച്ച് ഇവരെ രമ്യതയിൽ പറഞ്ഞു വിട്ടത്. അമൃത, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.